അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളാൻ തുടങ്ങിയിട്ട് മാസം 1 എന്ന് തന്നെ പറയാം. ഞങ്ങൾ വിജയിച്ചു, ഇറാൻ ഇനി ഒന്നുമല്ല, അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്നൊക്കെ ട്രംപ് ഇങ്ങനെ വാപോയ കൊടാലി പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങൾ കയറി അനാവശ്യമായി ചൊറിഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ സ്ഥിതിക്ക് ഇനി മാന്തി പൊട്ടിച്ചിട്ടേ വിടൂ എന്ന ഇറാന്റെ ഉറച്ച നിലപാടിന് മുന്നിൽ അമേരിക്കയും ഇസ്രായേലും വിറങ്ങലിച്ച് നിൽക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇതാണിപ്പോൾ പശ്ചിമേഷ്യയുടെ അവസ്ഥ. ഇവിടെ ഇന്ത്യയെ പോലെ ഒരു രാജ്യം ഇനി ലോക്ക്ഡൌണിലേക്ക് പോകുമോ എന്നതാണ് ചോദ്യം. ഇന്ധന പ്രതിസന്ധി കാരണം വേണമെങ്കിൽ ഏത് നിമിഷവും നമ്മൾ ഒരു ലോക്ക്ഡൌണിലേക്ക് പോകാമെന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം പാർലമെന്റിന്റെ സമ്മേളനത്തിൽ പറഞ്ഞത്. എന്നാൽ ഇതേ സമയം നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ തലവനായ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ചരിത്രത്തിൽ ആദ്യമായി സൈന്യത്തിന് മുന്നിലേക്ക് പോവുകയാണ്. പറഞ്ഞു വരുന്നത് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ സുവർണാക്ഷരങ്ങളാൽ എഴുതപ്പെടാൻ പോകുന്ന ഒരു സുപ്രധാന സംഭവത്തിനാണ് വരും ദിവസങ്ങളിൽ ലഡാക്കിലെ ലേ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ഭാരതത്തിന്റെ പരമോന്നത നീതിപീഠത്തിന്റെ തലപ്പത്തിരിക്കുന്ന ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് രാജ്യത്തിന്റെ കാവൽക്കാരായ സൈനികരെ നേരിട്ട് അഭിസംബോധന ചെയ്യാൻ എത്തുന്നു എന്ന വാർത്ത ഏറെ ആവേശത്തോടെയാണ് രാജ്യം കേൾക്കുന്നത്. ഈ മാസം 28-ാം തീയതിയാണ് ചീഫ് ജസ്റ്റിസ് ലഡാക്കിലെ ലേ സന്ദർശിക്കുന്നതും. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ചീഫ് ജസ്റ്റിസ് ഒരു സൈനിക ബേസ് ക്യാമ്പ് സന്ദർശിക്കുന്നതും അവിടെയുള്ള സൈനികരോട് നേരിട്ട് സംവദിക്കാൻ പോകുന്നതും. അതിശൈത്യത്തെയും ദുർഘടമായ ഭൂപ്രകൃതിയെയും അതിജീവിച്ച് അതിർത്തിയിൽ രാപ്പകൽ കാവൽ നിൽക്കുന്ന നമ്മുടെ ധീര സൈനികരുടെ മനോവീര്യം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ സന്ദർശനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. രാഷ്ട്ര നിർമ്മാണത്തിലും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും സൈന്യം വഹിക്കുന്ന നിസ്തുലമായ പങ്കിനെ ആദരിക്കുക എന്ന വലിയ സന്ദേശം ഇതിലൂടെ അദ്ദേഹം ലോകത്തിന് തന്നെ നൽകുന്നു. രാജ്യത്തിന്റെ ഭരണഘടനയുടെയും നിയമവ്യവസ്ഥയുടെയും സംരക്ഷകനായ ചീഫ് ജസ്റ്റിസ് തന്നെ നേരിട്ടെത്തി സൈനികരെ അഭിസംബോധന ചെയ്യുന്നത് സേനയ്ക്ക് വലിയൊരു കരുത്താകും എന്നതിൽ യാതൊരു സംശയവുമില്ല. കേവലം ഒരു സന്ദർശനത്തിൽ ഒതുങ്ങുന്നതല്ല ചീഫ് ജസ്റ്റിസിന്റെ ഈ ലഡാക്ക് യാത്ര. സൈനിക ബേസ് ക്യാമ്പിലെ കൂടിക്കാഴ്ചയ്ക്ക് പുറമെ ഈ മേഖലയിലെ നീതിന്യായ സംവിധാനങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളും അദ്ദേഹം കൈക്കൊള്ളുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കാർഗിലെയും ലേയിലെയും ജില്ലാ കോടതികളുടെ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടന കർമ്മം കൂടെ അദ്ദേഹം നിർവഹിക്കും. ദുർഘടമായ സാഹചര്യങ്ങളിൽ കഴിയുന്ന ഈ പ്രദേശത്തെ ജനങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും മികച്ച ജുഡീഷ്യൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട്. അവിടെയുള്ള ജുഡീഷ്യൽ ഉദ്യോഗസ്ഥരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും നിയമപരമായ വെല്ലുവിളികൾ വിലയിരുത്തുകയും ചെയ്യുമെന്നാണ് പറയുന്നത്. നവംബറിൽ ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റ ജസ്റ്റിസ് സൂര്യകാന്ത് രാജ്യത്തിന്റെ സുരക്ഷാ മേഖലകളുമായി നീതിന്യായ വ്യവസ്ഥയ്ക്കുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് ഇത്തരമൊരു ചരിത്രപരമായ നീക്കത്തിലേക്ക് തുടക്കം കുറിക്കുന്നത്.